തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ കാർബൺ ന്യൂട്രൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്നോവേറ്റീവ് ഗ്ലോബൽ കാർബൺ ന്യൂട്രൽ പ്രൊമോട്ടേഴ്സ് കോൺഫ്ലുവൻസ് സംഘടിപ്പിച്ചു. ആലുവ ടൗൺ ഹാളിൽ നടന്ന കോൺഫ്ലുവൻസ് പത്മശ്രീ ജേതാവ് ചെറുവയൽ രാമൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഉന്നതല കമ്മിറ്റിയിലേക്ക് സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞരും സയന്റിസ്റ്റുകളും എഞ്ചിനീയർമാരും ഉൾക്കൊള്ളുന്ന പഠന റിപ്പോർട്ടിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. അതിന് ഒരു കമ്മിറ്റി ഒരു അംഗം കൂടിയാണ് ഞാൻ. ചൂരമല പ്രദേശത്ത് എന്നെ അനുഭവപ്പെടുത്തി മാത്രമല്ല, ഞാൻ അവിടെ മണ്ണ് ശേഖരിച്ച് ഒരു ചെടികളിൽ നമ്മൾ നാടൻ സമ്പ്രദായത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തും. എന്നിട്ടോ 10% മണ്ണിലാണ്. മാതൃകാട്ടിൽ പറഞ്ഞിരിക്കുന്നത് പച്ചപ്പെട്ട തീരങ്ങളില് 2 നില ചെയ്യാം എന്നാണ്. ഞാൻ പറഞ്ഞ 2 നില ചെയ്യാൻ പറ്റില്ല. ഞാനത് നോക്കിയപ്പോൾ അവിടെ ഒരു കല്ലുകളും മണലുകളും മണ്ണുകളും മാത്രമേ അവിടെ കാണാൻ. എവിടെയാണ് മണ്ണ്? ഗ്ലോബൽ കാർബൺ ന്യൂട്രൽ ക്ലബിന്റെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പരമേശ്വരൻ എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്ലോബൽ കാർബൺ ന്യൂട്രൽ ക്ലബിന്റെ ചെയർമാൻ ഗണേശൻ കെ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ഫേസ് ഫൗണ്ടേഷൻ ചെയർമാൻ TR ദേവൻ, മുല്ലപ്പെരിയാർ സമരനായകൻ ഫാദർ ജോയ് നിരപ്പേൽ എന്നിവർ മുഖ്യ അതിഥികളായി ആശംസകൾ അർപ്പിച്ചു. പക്ഷെ ഇല്ലാതാക്കാൻ ഇതേപോലുള്ള കൂട്ടായ്മയ്ക്ക് സാധിക്കുമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ദൈവത്തിന്റെ സ്വന്തം പ്രവൃത്തി കണ്ടനുഗ്രഹിച്ചു. 44 നദികളുടെ മുഖത്തിലെ എത്ര പ്രകൃതിയുടെ വലിയമായ ഭൂപ്രകൃതിയുള്ള നാടായിരുന്നു നമ്മുടെ ആയിരുന്നു. വയനാടിനെ കുറിച്ച് ഞാൻ പഠിച്ചവരാണ്. ഞാൻ മാധ്യമപ്രവർത്തനം എത്തുമ്പോൾ 2002 പബ്ലിക് റിലേഷൻസ് കൗൺസിൽ കേരള PRD മാധ്യമപ്രവർത്തകർ 18 മാധ്യമപ്രവർത്തകരെ തെരഞ്ഞെടുത്തിട്ട് വയനാടിനെ കുറിച്ച് പഠിക്കാൻ കിട്ടും. അന്ന് ശ്രീ മോഹൻകുമാറാണ് നമ്മുടെ കളക്ടറോട് വയനാടിനെ കുറിച്ചൊന്ന് പഠിച്ചപ്പോഴാണ് അറിയുന്നത് വയനാട് എന്ന് വന്നത് വയനാട് എന്ന് ചോദിച്ച് വയനാടായിട്ട് വന്നതാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ 100ഓളം ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ സമീറ നാസർ സ്വാഗതവും GCNC ജനറൽ സെക്രട്ടറി ദിവ്യ R നായർ നന്ദി പ്രകാശനവും നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് ചാനൽ 91.